Isa? Ah, Diana. At last she comes. To leave me alone as before. At last she comes. Ara? ഇലക്ട്രയ്ക്ക് ഇന്ന് എവിടാണ്ട് പോണോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങ് പോന്നല്ലേ വല്ലവരും കേട്ടാ ചിരിക്കും. അമൃത്തെ അബ്രാമിന്റെ ഭാര്യ 2 കുട്ടികളുടെ അമ്മ പുത്തൻ പിള്ളേരുടെ കൂട്ട് പ്രേമിച്ച് നടക്കുന്നെന്ന്. ഈസ, നിനക്ക് പിന്നാലെ ഒരു വലിയ തറവാണിയുടെ പാരമ്പര്യമുണ്ട്. അതാണ് ചില്ലറയാണ്. പണ്ട് വെള്ളക്കാരുടെ കാലത്ത് തുടങ്ങിയ കുതിരക്കച്ചവടത്തിൻ്റെയും കപ്പക്കാരുടെയും പാരമ്പര്യം അതിവിടെ മാത്രമല്ല, അങ്ങ് ലങ്കയിലെ അൽവാരിസ് എസ്റ്റേറ്റ് വരയ്ക്കും വ്യാപിക്കുന്ന പാരമ്പര്യം. നീ ചെയ്യുന്ന പാപവാ കർത്താവിൻ്റെ വിധിക്ക് നടക്കാത്തത്. അതറിയാമോ നിനക്ക്? ഇത് പാപമാന്നേ. ഇതാ എൻ്റെ ജീവിതം. ഈ കണ്ണ് തുറക്കരുത് നീ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പോലെ കിടക്കുന്ന നിന്നെ എനിക്ക് കണ്ണടച്ചാൽ നീ മനസ്സിൽ കാണുന്ന ആരെയാ? ഇലക്ട്രയെ നേരായി സാർ. കണ്ണടച്ച ഞാനിപ്പോൾ അവളെയാ കാണുന്നേ. നിക്ക്, എനിക്ക് സംസാരിക്കാനുണ്ട് ഒരു കാര്യം. I told you I have to talk to you. Not now, Electra. I'm very tired. Yes, you're tired. എനിക്കറിയാം, എല്ലാം അറിയാം എനിക്ക്. ഇനിയൊന്നും മറച്ചു വെക്കണ്ട നിങ്ങൾ. ആ പോർച്ചേഴ്സിനടുത്ത വീട്ടിലെ ആളെ കാണാൻ ഞാൻ കണ്ടതാ. മാനം കെട്ട ഒരു ഹൗ ക്യാൻ യു ബി സോ. നേരാ നീ പറയുന്നേ. ഞാൻ ഈസായെ സ്നേഹിക്കുന്നു. ആൻഡ് മോർ ഐ വിഷ് ടു ലിവ് വിത്ത് ഹിം. ഹൗ ക്യാൻ യു സേ ദാറ്റ് മമ്മ വിതൗട്ട് എനി ഷെയിം? പപ്പയെ പറ്റി ഒരു മൊമെന്റ് നിങ്ങൾ ഓർത്തോ? ഹൂസ് ഗുഡ്, ഹു ട്രസ്റ്റ് യു? എന്നിട്ട് നിങ്ങൾ നീ എബ്രാമിൻ്റെ ഭാര്യയായിരുന്നില്ലേ എലക്ട്ര? നിനക്കത് മനസ്സിലാവുമായിരുന്നു. അപ്പം നിങ്ങൾ പപ്പയുടെ സ്നേഹം നടിച്ചതോ? എന്നോടുള്ള വെറുപ്പുകൊണ്ടായിരിക്കും അല്ലയോ? എൻ്റെ പപ്പയെ എന്നിൽ നിന്ന് അകറ്റാൻ. അത് മാത്രമേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അല്ലയോ? എലക്ട്ര, നിനക്ക് ചെറുപ്പമാ. പാപം ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ എളുപ്പമാ. പക്ഷെ ഒരിക്കൽ നിനക്കത് മനസ്സിലാവും. പക്ഷെ എഡ്വിൻ, അവനെ നിങ്ങൾ സ്നേഹിച്ചു. അവനെന്താ നിങ്ങൾ വെറുക്കാഞ്ഞത്? പറയ്. അവൻ എൻ്റെ കുട്ടിയാ, എൻ്റെ സ്വരൂപം. എൻ്റെ കൂടെ അവനുണ്ടായിരുന്നെങ്കിൽ ഇസാക്ക് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ വരില്ലായിരുന്നു. നീ അതിന് ഉത്തരവാദി. അവനെ പപ്പായുടെ കൂടെ പറഞ്ഞയച്ച നീ എന്നോട് ചെയ്ത റിവെഞ്ച്. ലുക്ക്, ഒരു ചാൻസ് കൂടെ തരിക നിങ്ങൾക്ക് ഞാൻ, ഇസാക്കിനെ മറക്കാൻ. പപ്പയുടെ തറവാടിന് പേരുദോഷം വരുത്താതെ ഈ കുടുംബത്തിലെ കടമകളുമായിട്ട് ജീവിക്കാൻ. അല്ലേ, ഈ നിമിഷം ഞാൻ പപ്പയെല്ലാം അറിയിക്കും. ആയിക്കോ, പപ്പായെ എല്ലാം അറിയിച്ചു. അമരത്തെ പടിയിറങ്ങാൻ ഞാൻ തയ്യാറാ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ കൂടെ. അമരത്തെ പാരമ്പര്യത്തെക്കാട്ടിലും എനിക്ക് വലുത് എൻ്റെ ജീവിതമാണ്.
നിങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ അത് ചോദിച്ചത്. എൻ്റെ പപ്പയ്ക്ക് വേണ്ടിയാ. സുഖമില്ലാതിരിക്കുന്ന ആളാ. പപ്പയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആയിക്കോ, എൻ്റെ കണ്ണീര് കണ്ടേ നിനക്ക് സന്തോഷമാവത്തുള്ളേ. ആയിക്കോ. ആണ്ടേ, ഞാൻ പറഞ്ഞില്ലയോ അവരിവിടെ ഉണ്ടാവുമെന്ന്. പീറ്ററെ, അമരത്തൊരു ഇണക്കക്കൂട്ടം ഉണ്ടാവുന്നതിന് ഒത്തിരി മുമ്പാ, തോമാസ് ലീഹയുടെ കാലത്ത്. അന്ന് മുതലുള്ളതാ ഈ കക്കുരിശ്. പണ്ട് അമരത്തുകാര് തെറ്റ് തെളിയിച്ചിരുന്നേയും കുമ്പസരിച്ചേയും ശിക്ഷ വിധിച്ചേയും ഇവിടെ വെച്ചാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടി, എന്നാ ഒന്ന് പറഞ്ഞേച്ചും പോണ്ടായിരുന്നോ? എവിടെ എല്ലാം നോക്കിയെന്നറിയാവോ? അതിപ്പോ ചായ ആന്റി പറഞ്ഞ ആരോടും പറയണ്ടെന്ന്. അതാ ആണ്ടേ ആന്റി അഴിച്ചു. ലോറ, നമ്മളത് നടന്നു പോയേക്കാന്ന് പറ. ഇച്ചായനും അച്ഛനോട് പോയിക്കോളാൻ പറഞ്ഞു. നടന്നു വന്നേക്കാം ഞങ്ങള്. അല്ല, അതിനിയും ചാറ്റിൽ വന്ന മെനയാവത്തില്ലയോ? നില്ലേ, അവര് നടന്നു പൊയ്ക്കോട്ടെ എന്ന്. ഇച്ചിരിക്കുള്ള ദൂരമല്ല ഉള്ളൂ. അച്ചോ, ഈ എബ്രാങ്കിളിന് കുളം പോലൊരു ബന്ധം ഉണ്ടായിരുന്നു പറയുന്ന രഹസ്യമായിരുന്നു അത്. അതുകൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു കൂട്ടിക്കോണം. എന്താ പീറ്ററെ? ഒന്നുമില്ല അച്ചോ, കാര്യങ്ങളുടെ ഒരു വ്യക്തിക്ക് വേണ്ടി ചോദിക്കുക. ഈ എബ്രാങ്കിൾ വരുന്ന ഒരു അച്ഛനെപ്പോഴാണ് അറിഞ്ഞേ? വരുന്നെന്ന് പറയുമായിരുന്നല്ലോ എപ്പോഴും. ഇപ്പോഴാ അതിനുള്ള നേരം വന്നെന്ന് കണ്ടോണം. വിവരം എന്ന് പറഞ്ഞ അവിടത്തെ കുഞ്ഞു തന്നെ. ഇലക്ട്രായോ? ആന്നു. ചാപ്പലി പാതുകാവല് പൂജയും ഊരുവലും ഒക്കെ ഉണ്ടായിരുന്നില്ലയോ അന്നാ? രാത്രി പൂജയ്ക്ക് വന്നായിരുന്നു അവള്. അല്ല, മോളെന്താ ഇവിടെ നിന്ന് കളഞ്ഞേ? സൂസനായ കണ്ടില്ലായോ? അച്ഛനെ കാണാൻ വന്നെയാ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോയിര്? ഒരു കുടുംബക്കാരിയവാ. അച്ഛോ, പപ്പയുടെ ചിറ്റപ്പൻ മരിച്ചുപോയ ഒരാളില്ലയോ? ഇസഹാക്ക്. എന്താ ഇലക്ട്ര? അങ്ങനെ എങ്ങനെ മരിച്ചേ? മരിച്ചല്ല, കൊന്നയാ. അതാ നേര്. ആത്മഹത്യ ചെയ്തതെന്നും പറയാം. എന്നാലും അത് കൊല തന്നെ. ആരാ കൊന്നത്? അയാളുടെ പെമ്പിള. അല്ലാതെ ആരാ? അവളായിട്ട് അയാളെ തൊലച്ചേ. കെണി കുരുങ്ങിയ പോലെ ആയിരുന്നു. അമരത്ത് വേലയ്ക്ക് വന്ന ഒരു കത്തോലിക്ക പെണ്ണായിരുന്നു അവള്. ബന്ധം മൂടി വയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയായപ്പോൾ ഇസഹാക്കും കുടുംബത്തിന് പുറത്തായി. അല്ല, കുഞ്ഞെന്താ ഇതിപ്പോ ചോദിക്കാൻ? ഒന്നുമില്ല. ഇത്തവണ പപ്പ വരുമ്പോൾ പപ്പയുടെ ആഗ്രഹമാ ഒരു കുടുംബയോഗം നടത്തണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അമരത്തെ കാര്യമൊക്കെ തിരക്കിയപ്പോൾ അന്നേരവാ ഇതറിഞ്ഞ്. അതാ. നല്ല കാര്യമാ. പണ്ട് കാനായി തൊമ്മന്റെ കാലത്തെയുള്ള ഇണക്കക്കൂട്ടമായിരുന്നു അമരത്ത്. അമരത്തെ ക്രിസ്ത്യാനികളിൽ ലന്തക്കാരുടെ കാലത്ത് കപ്പക്കച്ചവടത്തിൻ്റെയും കുതിരക്കച്ചവടത്തിൻ്റെയും ആൾക്കാരായി.
പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും കുത്തകയായിരുന്നു അന്ന് അമരത്തുകാർ. എബ്രഹാമിന് വലിയ ആഗ്രഹമാണ് ആ ചരിത്രമൊന്ന് എഴുതാൻ. ഓർത്ത എന്തവാ, ഒരു വംശം കൊല്ലിൻ്റെയും കൊലയുടെയും ചരിത്രത്തിലൂടെ. അല്ല, ഇപ്പോഴങ്ങനെ നിന്റെ പപ്പ വരുന്നുണ്ടോ? തലമുറ കഴിയാനുള്ള സ്വത്തും വകയായിട്ടും അയാൾ ഇനിയും ജാഫിനെ കഴിയുന്ന ആർക്ക് വേണ്ടിയിട്ടാ? പപ്പ വരും, പപ്പ ഉടനെ വരും. അച്ചോ, ഒരു കാര്യം കൂടി. എന്താ കുഞ്ഞേ? അച്ചോ, അമരത്തുനിന്ന് ഇറക്കി വിട്ട ഇസാക്ക് പിന്നെന്തോ ചെയ്തു? അയാൾ ആ പെണ്ണിൻ്റെ കൂടെ കിടന്ന് നശിച്ചു. കൊച്ചിയിലെങ്ങാണ്ടായിരുന്നു താമസമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു മോനുണ്ടായിരുന്നു പോലും. ജോസിയെന്നോ ജെറിയെന്നോ ഏതാണ്ടായിരുന്നു പേര്. ചെറുക്കനാന്നേ കാലപ്പറപ്പായിരുന്നു. ഒരിക്കൽ തന്തേ കൊല്ലാൻ നോക്കിയേച്ച് നാട് വിട്ടെന്നാ പറയുന്നേ. പിന്നെ കപ്പലിൽ ജോലിക്ക് ചേർന്നെന്നും കേട്ടു. അതായിരുന്നു അയാളുടെ വിധി. നമ്മൾ ഈ കാണുന്നതിൻ്റെ കൂട്ടുമല്ലോ അന്നോ ജീവിതം. നിന്ന് കുടുംബചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? പ്രാർത്ഥനയ്ക്ക് സമയമായി, കുഞ്ഞു പൊയ്ക്കോ. അവള് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇസ, ഇനിയും അധികം വൈകാതെ അയാളും ഇതറിയും. അറിയണം, അയാളിത് അറിയണം. അതാ വേണ്ടിയത്. പക്ഷേ അത് അവള് പറഞ്ഞിട്ട് വേണ്ട. ആ സന്തോഷം ഞാൻ അവൾക്ക് കൊടുക്കത്തില്ല. അയാൾ വന്ന് കയറുമ്പോഴേ അത് ഞാൻ തന്നെ പറയും. ആ നിമിഷമായി എനിക്ക് നേരിൽ കാണേണ്ടത്. ഇനോ, അമരത്ത് പടിയിറങ്ങി നീ വരുന്ന ആ നിമിഷം പിഴച്ച സന്തതിയെ പുറത്താക്കിയ പാരമ്പര്യത്തിൻ്റെ തുടർച്ച. പക്ഷേ ഈസ, നമ്മൾ കാണുന്ന പോലെ ഒന്നും ഉണ്ടായില്ലെന്നും വരും. അമരത്തെ പേരിന് ചേരാത്ത ഒന്നും പപ്പയും മോളും ചെയ്യത്തില്ല. എന്നേച്ചും അയാൾ എൻ്റെ മുന്നിൽ വന്ന് പെട്ട ചോരയുടെ കണക്ക് ഞാൻ പറയിക്കും അയാളെ കൊണ്ട്. ബട്ട് ഈസ, അതറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന്. പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞും അയാൾ ജീവിച്ചിരിക്കണമെന്നാണ് നീ പറയുന്നത്? അല്ല,